താഴെ വീണ് കണ്ട് പല്ലിളിച്ച കൂട്ടരെ, ഏറ്റ തോൽവി കണ്ട് നോക്കി നിന്ന മൂകരെ, പെട്ട മാനഹാനി ആസ്വദിച്ച നീചരെ, തീർന്നുപോകുമെന്ന് മുൻവിധിച്ച മൂഢരെ, ശക്തിയുള്ളവന്റെ കുടപിടിക്കുമൽപ്പരെ, കണ്ണുനീരിനുപ്പ് കറിയിലിട്ട സ്വാർത്ഥരെ, മങ്ങി മാഞ്ഞു ഭൂതകാലം ഇന്നിവന്റെ ഊഴം, കൺ തുറന്ന് കണ്ണിറച്ച് കാണുക മോനെ ജാട, പച്ചയായ ജാട, പുച്ഛമാണ് പോട, ഒന്നിടഞ്ഞു നോക്കട ജാട. ഇന്നലെ നടന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് IPL മത്സരത്തിൽ സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയപ്പോൾ ഓർമ്മ വന്നത് ഈ വരികളാണ്. 2020 ലോകകപ്പിൽ മിന്നും പ്രകടനം നടത്തി രാജ്യത്തിന്റെ കിരീടനേട്ടത്തിൽ വലിയ പങ്കുവഹിച്ച സഞ്ജുവിന് IPLലെ ആദ്യ 3 മത്സരങ്ങളിലും 2 അക്കം കടക്കാനായിരുന്നില്ല. മഞ്ഞ ജേഴ്സിയിൽ താരം നിറമങ്ങിയപ്പോൾ മറുപുറത്ത് സഞ്ജുവില്ലാത്ത രാജസ്ഥാൻ റോയൽസ് എല്ലാ കളികളിലും അനായാസ ജയം നേടുന്നതാണ് കണ്ടത്. സ്ഥിരതയില്ലായ്മയുടെ പേരിൽ വിമർശകർക്ക് പലപ്പോഴും ആയുധം നൽകുന്നവനാണ് സഞ്ജു. ലോകകപ്പിന് ശേഷം വിമർശകർ പിന്നെയും രംഗത്ത് വന്നിരുന്നു. അവരുടെ എല്ലാം വായടപ്പിച്ച ഇന്നിംഗ്സാണ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ കണ്ടത്. ടോസ് നേടിയ ഡൽഹി ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ക്യാപ്റ്റൻ ഗെയ്ക്വാദിനൊപ്പം ഓപ്പണിംഗിൽ സഞ്ജുവും കളിക്കിലേക്ക്. പവർ പ്ലേയിൽ 61 റൺസാണ് ഇരുവരും സ്കോർ ബോർഡിൽ ചേർത്തത്. അതിൽ 45 റൺസും സഞ്ജുവിൻ്റേതായിരുന്നു. 7ാം ഓവർ എറിഞ്ഞ അക്ഷർ പട്ടേൽ ഗെയ്ക്വാദിനെ മടക്കി. 1 ഡൗണായി വന്നത് ആയുഷ് മാത്രേ. പതിയെ തുടങ്ങിയ മാത്രേ പിന്നീട് ആക്രമിച്ചു കളിക്കാൻ തുടങ്ങി. 26 പന്തിൽ സഞ്ജു 50 തികച്ചു. പതിവ് ശൈലിയിൽ നിന്ന് മാറി സിക്സറുകൾക്ക് പകരം 4കളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ബാറ്റ് ചെയ്തത്. അക്ഷർ പട്ടേൽ എറിഞ്ഞ 10ാം ഓവറിലെ 3ാം പന്തിൽ പതും നിസംഗ ക്യാച്ച് വിട്ടുകളഞ്ഞതിനാൽ സഞ്ജുവിന് വീണ്ടും ലൈഫ് കിട്ടി. അന്നേരം താരത്തിന്റെ സ്കോർ 52 റൺസായിരുന്നു. നടരാജന്റെ പന്തുകളെ ആഞ്ഞടിച്ച താരം 12ാം ഓവറിലെ അവസാന പന്തിൽ കുൽദീപ് യാദവിനെ എക്സ്ട്രാ കവറിലേക്ക് പായിച്ചു. കൈക്കരുത്ത് മാത്രം കൊണ്ട് താരം നേടിയ ഒരു അത്രുഖ്യൻ സിക്സർ. നടരാജനെ സിക്സർ അടിച്ച് കൗമാരതാരം ആയുഷ് മാത്രേ അർദ്ധ സെഞ്ചുറി നേടി. 58 റൺസ് നേടിയ താരം റിട്ടയർഡ് ഹർട്ടായി പുറത്തായി. നടരാജൻ എറിഞ്ഞ 18ാം ഓവറിലെ 5ാം പന്തിൽ ബൗണ്ടറി നേടി സഞ്ജു സെഞ്ചുറിയിലേക്ക്. IPLൽ താരത്തിന്റെ 4ാം സെഞ്ചുറി. 2026 സീസണിലെ ആദ്യ സെഞ്ചുറിയും മലയാളി താരത്തിന്റെ വക. 15 ഫോറുകളും 3 സിക്സറുകളും നേടിയാണ് 52 പന്തിൽ താരം ശതകം കുറിച്ചത്. മാത്രയ്ക്ക് ശേഷം ക്രീസിലെത്തിയ ശിവം ദൂബെയും മനോഹരമായി ബാറ്റ് വീശി. 10 പന്തിൽ നിന്ന് 20 റൺസ് നേടിയ താരം സഞ്ജുവിനൊപ്പം പുറത്താകാതെ നിന്നു. ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ സഞ്ജുവിന്റെ സമ്പാദ്യം 56 പന്തിൽ 115 റൺസ്. മൊത്തം 4 സിക്സറുകളും 15 ബൗണ്ടറികളുമാണ് താരം അടിച്ചുകൂട്ടിയത്. ലുങ്കി എങ്കിഡിന്റെ ഓഫ് കട്ടറുകൾക്കും നടരാജന്റെ യോർക്കറുകൾക്കും കുൽദീപിന്റെ സ്പിൻ തന്ത്രങ്ങൾക്കും ഒന്നും രക്ഷയുണ്ടായില്ല. സഞ്ജു സെഞ്ചുറിക്കിടം ചെന്നൈ നേടിയത് 2 വിക്കറ്റ് നഷ്ടത്തിൽ 213 റൺസ്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ജാമി ഓവർട്ടന്റെ മുന്നിൽ നിഷ്പ്രഭയായി. 4 ഓവറിൽ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകളാണ് താരം നേടിയത്. 3 വിക്കറ്റുകളുമായി അൻഷുൽ കമ്പോജയും ഫോമിലായി. ചെന്നൈക്ക് 23 റൺസ് ജയം. 3 മത്സരങ്ങളിൽ പരാജയമേറ്റുവാങ്ങിയ ചെന്നൈ 4ാം മത്സരത്തിൽ സൂപ്പർ കിങ്സായി തിരിച്ചുവരവ് നടത്തിയപ്പോൾ ചെന്നൈയുടെ ചേട്ടൻ നിറഞ്ഞു ചിരിച്ചു. ചെപ്പോക്കിൽ നിറയെ ആ മലയാളി താരത്തിന്റെ പേര് വിളിച്ച് ആരവം മുഴക്കിക്കൊണ്ടിരുന്നു. അയാൾ വീണ്ടും സിഗ്നൽ തരികയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് 2020 ലോകകപ്പിലെ സഞ്ജുവിനെയാണെന്ന്.